ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് ഒരു PSC എക്സാമിനെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എലിജിബിൾ ആയിട്ട് ഇരുന്നിട്ടും നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു എക്സാമാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന എക്സാം. അപ്പോൾ പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിലെ ജോലികൾ ഡിപ്പെൻഡ് ചെയ്ത് PSC എക്സാമിന് വേണ്ടി നോക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം ടീച്ചിങ് മേഖലയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പൊതുവെ PSC ലിസ്റ്റുകൾ എന്ന് പറയുന്നതിന്റെ മെയിൻ ലിസ്റ്റിലൊക്കെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ അവരെടുക്കുന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണമൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ? പിന്നെ സ്കൂളുകളിൽ ചെറിയ ചെറിയ ഇഷ്യൂസ്, ഡിവിഷൻ ഫാളിന്റെ ഇഷ്യൂസ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ അധ്യാപന മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോസ് അക്കാഡമിയിൽ കൂടുതലും ടീച്ചിങ് എലിജിബിലിറ്റി എക്സാമുകൾക്കുള്ള കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ മാറിയ ഒരു സിനാരിയോ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമുകളും നമ്മൾ ടോസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ഓൾറെഡി PSC നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ്. ടോസ് അക്കാഡമിയിൽ നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു എക്സാമിന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ കേട്ട് കാണും, ഇപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയാസ് ഒക്കെ നമ്മൾ കാണുന്നവരാണ് അല്ലേ? അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാമിനെ കുറിച്ചൊക്കെ കേട്ട് കാണും, പക്ഷെ നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ സെയിം ലെവലിൽ നിൽക്കുന്ന ബേസിക് സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പം മോശമായിട്ടുള്ള എക്സാം അല്ല, അത്യാവശ്യം നിയമനം ഉള്ള ഒരു എക്സാം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോവാം. സോ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? കേരള ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റിന്റെ പേര് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തിക വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അത് ആക്ച്വലി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ പോലെ ഡിഗ്രി പാസ്സായവർക്ക് ഈ ഒരു എക്സാം പറ്റുന്ന കേരള ഡയറി ഡെവലപ്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു എക്സാം ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. സ്കെയിൽ ഓഫ് പേ നോക്കുക, 35,600 ടു 75,400 ആണ്. 35,600 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ UP സ്കൂൾ അസിസ്റ്റന്റിന്റെ സെയിം ബേസിക് സാലറി ആണ് ഇതിനും വരുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്യാം. ഗ്രാജുവേഷൻ വിത്ത് എയ്തർ മാത്തമാറ്റിക്സ് ഓർ ബയോളജി ആസ് വൺ ഓഫ് ദ ഓപ്ഷണൽ സബ്ജക്ട്സ് ഫോർ പ്രീ ഡിഗ്രി കോഴ്സ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു ഗ്രാജുവേഷൻ വേണം. പക്ഷെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മതി. ഒരു കണ്ടീഷനുള്ള എന്താണ്? പ്രീ ഡിഗ്രി, അതായത് +1 +2 നിങ്ങൾ എയ്തർ മാത്തമാറ്റിക്സ് ഓർ ബയോളജി ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ആ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലുള്ള ഗ്രാജുവേഷനും ആകാം. കണ്ടീഷൻ ഇതാണ്, പ്രീ ഡിഗ്രി കോഴ്സിൽ അതായത് +1 +2 നിങ്ങൾ മാത്സ് ബയോളജി എന്നുള്ള മീൻസ് ആ ഒരു രീതി ഏതെങ്കിലും ഒന്ന്, ഐദർ മാത്സ് അല്ലെങ്കിൽ ബയോളജി. കൂടുതൽ പേരും ബയോ സയൻസ് ആയിരിക്കും അല്ലെ, ബയോളജി മാത്സ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ എയ്തർ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി +1 +2 പഠിച്ചിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ നിങ്ങളൊരു ഗ്രാജുവേറ്റും ആയിരിക്കണം. ആ ഗ്രാജുവേഷനിലെ സബ്ജക്റ്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ഗ്രാജുവേഷൻ മതി. ക്വാളിഫിക്കേഷൻ ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ തവണത്തെ 2022 നോട്ടിഫിക്കേഷന്റെ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഏജ് ലിമിറ്റ് ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള എക്സാമിന്റെ ഏജ് ലിമിറ്റിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? എന്താണ് ഈ അപ്പർ ഏജ് ലിമിറ്റ് എന്നുള്ളത് 40 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ വന്നത് 20 to 41 ആണ് ഏജ് ലിമിറ്റ് വന്നത്. അപ്പോൾ നമ്മുടെ ഇതിന് 19 to 40 ആണോ 20 to 41 ആണോ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എന്തായാലും 40 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം തീർച്ചയായിട്ടും എഴുതാം. മോസ്റ്റ്ലി നമുക്ക് 19 to 40 എന്നായിരിക്കും ഏജ് ലിമിറ്റ് വരിക. ഓക്കെ, അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. 40 വയസ്സ് വരെയുള്ളവർക്ക് ഇപ്പോൾ PSC എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ ഓരോ നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC മുതലായിട്ടുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ അതാത് കമ്മ്യൂണിറ്റീസിന് പറഞ്ഞിരിക്കുന്ന
ഏജ് റിലാക്സേഷനോട് കൂടി നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് ജനറൽ ആണെങ്കിൽ 40 വയസ്സ്, OBC ആണെങ്കിൽ 43 വയസ്സ്, SC ST ആണെങ്കിൽ 45 വയസ്സ് വരെയാണ് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസിൽ വരുന്ന ഒരു ഏജ് ലിമിറ്റ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമുക്ക് ഡയറി ഡെവലപ്മെന്റ് നമുക്ക് പൊതുവെ ആർക്കും വലിയൊരു എന്താ പറയുക, ആ ഒരു മേഖലയോട് വലിയ കോണ്ടാക്റ്റ് ഇല്ല, ടച്ച് ഇല്ലാത്തവരായിരിക്കും പലരും, അല്ലേ? അപ്പോൾ എന്താണ്, ഇവരിവിടെ ഒരു ട്രെയിനിങ്, നമ്മൾ എക്സാം എഴുതി എക്സാമിന് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റിന് ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ജോലിയിൽ കയറുകയാണെങ്കിൽ അവിടെ ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ്, ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ഒരു 8 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. ആൻഡ് അതിനുശേഷം 2 വർഷം നമുക്ക് പ്രൊബേഷൻ പീരീഡും ഉണ്ടായിരിക്കും. അതായത് നമ്മളൊരു റെഗുലർ സർവീസിലേക്ക് കയറുമ്പോൾ, പ്രൊബേഷൻ കഴിഞ്ഞ് കയറുമ്പോൾ ഓൾമോസ്റ്റ് 3 ഇയർ ആവും. പക്ഷേ ഈ ഒരു ട്രെയിനിങ് പീരീഡിലും പ്രൊബേഷൻ സമയത്തും ഒക്കെ നമുക്ക് സാലറി വിത്ത് സാലറി ആയിരിക്കും കേട്ടോ. ഈ ഒരു ടൈമിൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന സാലറിയിൽ തന്നെ നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങും ഈ മൂന്ന് വർഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഐഡിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ നോർമലി ഓർക്കും ഡയറി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു 8 മാസത്തെ ട്രെയിനിങ് ഗവൺമെൻറ് ഏർപ്പെടുത്തും, ഡയറി ഡെവലപ്മെന്റ് ബോർഡിൻ്റെ കീഴിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? കൃത്യമായിട്ടുള്ള ജോബ് റോള്, വർക്ക് പാറ്റേൺ എല്ലാം ആ ഒരു ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഡ്യൂട്ടി, അതൊക്കെ ശേഷമുള്ള കാര്യമാണ് അല്ലെ. ഇപ്പോഴത്തെ ഡ്യൂട്ടി, ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ സൂൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷമായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഡ്യൂട്ടി ഇപ്പം എന്താണ്, ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം ഏജ് മോസ്റ്റ്ലി 19 to 40 ഇയേഴ്സ് ആയിരിക്കും. ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി കോഴ്സിൽ ബയോളജി ഓർ മാത്തമാറ്റിക്സ് ആൻഡ് പ്രസന്റ്ലി ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഒരു വർഷത്തെ ട്രെയിനിങ് പീരീഡും 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡും ഈ ഒരു ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന വർഷം നോക്കുക, 2022 ഡയറി ഡെവലപ്മെന്റ് മീൻസ് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ മുൻപത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സാലറി സ്കെയിൽ 35,600, കഴിഞ്ഞ പ്രാവശ്യം റിവൈസ് ചെയ്തതാണ്, 2022 വന്നു. റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് കം ഇൻ ഇഫക്റ്റ് ഓൺ 5/12/2024. അപ്പോൾ 2024, 25, 26, 27 അല്ലെ, 2027 ഡിസംബർ വരെ ഈ ലിസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അപ്പോഴേക്കും എന്താണ്, ആ ലിസ്റ്റ് കഴിയുമ്പോഴേക്കും അടുത്ത എക്സാം കഴിഞ്ഞ് പുതിയൊരു റാങ്ക് ലിസ്റ്റ് കയറണം അല്ലെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ലാസ്റ്റ് എക്സാം ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും എന്തായാലും വരികയും ചെയ്യും. ഇതേപോലെ തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതാണ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, അത് കൃത്യമായുള്ള സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ എക്സാം നോട്ടിഫിക്കേഷനും ഈ വരുന്ന വർഷം അവസാനത്തോടു കൂടി തീർച്ചയായിട്ടും വരും. അടുത്ത വർഷം എക്സാമും നടക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അല്ലേ, നമ്മൾക്ക് റിട്ടേൺ എക്സാം ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് മുൻപിൽ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, 100 മാർക്കിന്റെ റിട്ടേൺ എക്സാം. ഓക്കെ, ഇത് ഇന്റർവ്യൂവിന്റെ മാർക്കാണ്, ഇന്റർവ്യൂ. അപ്പോൾ നോക്കിക്കേ, ആദ്യം ഫസ്റ്റ് റാങ്കിനും സെക്കൻഡ് റാങ്കിനും 99 ആണ് മാർക്ക്. എത്രയിൽ അപ്പോൾ വരിക, 120 അല്ലേ. 120ൽ 99 എന്ന് പറയുമ്പോൾ നല്ലൊരു സ്കോറാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ നോക്കിയേ, റിട്ടേൺ എക്സാം 100ൽ 86, 87 മാർക്കൊക്കെയാണ് കുട്ടികൾ ടോപ്പ് റാങ്ക് ആയിട്ടുള്ളവർ നേടിയിരിക്കുന്നത്. അപ്പം എത്രത്തോളം പ്രിപ്പറേഷൻ വേണ്ട ഒരു എക്സാം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ വന്നത് അല്ലേ. അപ്പോൾ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു എക്സാം ആണെന്ന് പറഞ്ഞിട്ട് എന്താണ്, അല്ലെങ്കിൽ അധികം പേര് എഴുതില്ല, ആ ഒരു രീതിയിലുള്ള ചിന്തകളൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക. ഇപ്പോഴത്തെ PSC എക്സാം എന്ന് പറയുന്ന എല്ലാ എക്സാമും എല്ലാവരും നോക്കിയിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ ജനറൽ PSCയിലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർ, അതായത് ഇപ്പൊ കൂടുതലും നമ്മൾ ടീച്ചിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയും സബ്ജക്റ്റുമായിട്ട് ഇൻ ടച്ച്
ടച്ച് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പോകണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് നമുക്ക് അല്ലേ, കൂടുതൽ മറ്റുള്ള ജനറൽ PSCക്ക് പോകുന്നവരെക്കാൾ. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ ഇനി ഒരു ജനറൽ PSCയിലേക്ക് പോകുമ്പോൾ അവിടെ ഹൈ കോമ്പറ്റീഷൻ, ഓൾറെഡി ഒത്തിരി പേര് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നു, അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് ജനറൽ PSCയിലേക്ക് ഇറങ്ങാൻ ഒരു പേടി അല്ലേ. അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു ഡ്യൂറേഷൻ ഓഫ് പീരീഡിലേക്ക് പ്രിപ്പയർ ചെയ്യുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരു നിശ്ചിത കറക്റ്റ് പീരീഡ് ഓഫ് ടൈമേ ഉള്ളൂ. ആ ഒരു ടൈമിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുക, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവരുമായിട്ടും കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ബീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒരിക്കലും പുറകിലാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ പുറകിലാണെന്നുള്ള ചിന്ത വരേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും ഈ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നടത്തുള്ളൂ. ഷോർട്ട് പീരീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 1.5-2 വർഷത്തെ പ്രിപ്പറേഷൻ മീൻസ്, അതായത് നോട്ടിഫിക്കേഷൻ വരാൻ തന്നെ ഇനി ഒരു 4-5 മാസമുണ്ട്, എക്സാം വിളിക്കാനും ഒരു 5-6 മാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും കൂടുതൽ പേരും ഈ ഒരു എക്സാമിന് വേണ്ടി നടത്തുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജനറൽ PSCയിലേക്ക് ഈ ഒരു കാരണം കൊണ്ട് പോവാൻ മടിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, 86 മാർക്ക് 87 മാർക്ക് 100ൽ കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രിപ്പറേഷൻ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ സ്കോറാണ്. ഇൻ്റർവ്യൂ ഒരു 10 തൊട്ടിട്ട് 13 റേഞ്ച് വരെയാണ് പൊതുവെ ഇൻ്റർവ്യൂവിന് മാർക്ക് കൊടുക്കുന്നത്. നന്നായിട്ട് നമ്മുടെ ഇവിടെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിലെ മാർക്ക് പോകുന്നത്. അപ്പോൾ നോക്കുക, ഈ ലിസ്റ്റിൽ ടോട്ടൽ 247 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കേട്ടോ. അപ്പോൾ 247 പേരുണ്ട് ഈ ഒരു ലിസ്റ്റിൽ, അതായത് അത്യാവശ്യം അപ്പോയിൻമെന്റ് നടക്കുന്ന ഒരു ലിസ്റ്റാണ്. ഓക്കെ, ഇപ്പം തന്നെ ഏകദേശം 63 പേരോളം ഇപ്പം തന്നെ പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് 247 പേരുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ UPSCയുടെ ഒക്കെ ഓരോ ജില്ലകളിലെ ലിസ്റ്റുകൾ എത്രയാണ്, 100, 125, 150 ആ ഒരു ലെവലിലാണ് ലിസ്റ്റ് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് 247ൻ്റെ ഒരു മെയിൻ ലിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ എന്താണ് റിട്ടൺ എക്സാമിൽ ഏറ്റവും കുറവ് മാർക്ക് 63.33, അതായത് ഇൻ്റർവ്യൂ കൂടെ കൂട്ടിയിട്ട് വരുമ്പോൾ കട്ട് ഓഫ് 74.33 വരും. ഇപ്പോൾ എക്സാമിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, 63.33 ആയിരുന്നു കട്ട് ഓഫ് കേട്ടോ. ടോപ്പ് മാർക്ക് 86, ഇൻ്റർവ്യൂ കൂടെ കൂട്ടിയിട്ട് പറയുമ്പോൾ ഏറ്റവും കുറവ് മാർക്ക് 74.33 ആയിരുന്നു. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ എക്സാം കട്ട് ഓഫ് എത്രയാണ്, 63.33, ടോപ്പ് മാർക്ക് 87 ആയിരുന്നു. പിന്നെ ഇവിടെ 2 പേർക്കും 99 കിട്ടി. ഒരാളുടെ ഏജ് അനുസരിച്ചിട്ടാണ് ഫസ്റ്റ് റാങ്കിലേക്ക് 1994ലെ ആൾ വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ അഡ്വൈസിൻ്റെ ഒരു നിലയാണ് ഞാൻ ഈ ഒരു ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണ്. ഡേറ്റ് 5/12/24 ഈ ഒരു ലിസ്റ്റ് കയറി. ഇപ്പം നിലവിൽ 64 അഡ്വൈസ്, OCയിൽ 41 അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത് കേട്ടോ. അതൊരു പ്രിറ്റി ഗുഡ് നമ്പർ ഓഫ് അഡ്വൈസ് ആണ്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് ഇപ്പം 29/5/2026 ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ടോട്ടൽ 64 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ലിസ്റ്റിൻ്റെ നില എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻ്റ് ഉള്ള ആൾക്കാരെ എടുക്കുന്ന ഒരു PSC എക്സാം തന്നെയാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു 100 മാർക്കിൻ്റെ എക്സാം ആണ്. 1.5 മണിക്കൂറായിരിക്കും എക്സാമിന്. ഇംഗ്ലീഷ് ആണ് എക്സാമിൻ്റെ ഒരു മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ആൻഡ് മോഡ് ഓഫ് എക്സാം OMR അല്ലെങ്കിൽ ഓൺലൈൻ, മോസ്റ്റ്ലി OMR എക്സാം ആയിരിക്കും നമുക്ക് നടക്കുക. ഓക്കെ, അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ 100 മാർക്കുള്ള എക്സാം, മീഡിയം ഓഫ് പേപ്പർ ഇംഗ്ലീഷാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമുക്കൊരു സിലബസ്, ഇത് ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതിലിങ്ങനെ ഇരിക്കുമായിരിക്കും അല്ലേ, എന്തായിരിക്കും സിലബസ് എന്നറിയേണ്ട ഒരു ഇതുണ്ടായിരിക്കും. പ്രിപ്പയർ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ സിലബസിൽ പ്രധാനമായിട്ടും നിങ്ങളൊന്ന് നോക്കിക്കേ. പൊതുവെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ HS എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവരാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഡയറി, ഈ 5 സബ്ജക്റ്റാണ് നമ്മുടെ സിലബസിലുള്ളത്. അതായത് ഫിസിക്സിൽ നിന്ന് 20 മാർക്ക്, കെമിസ്ട്രി 20, ബയോളജി, സുവോളജിയും ബോട്ടണിയും കൂടെ കൂടിയിട്ട് 20 മാർക്ക്,
പിന്നെ മാത്തമാറ്റിക്സിൽ 20 മാർക്ക്, പിന്നെ ഡയറി ഫാം എന്ന് പറയുന്ന ഒരു പ്രത്യേക പേപ്പറിൽ നിന്ന് 20 മാർക്ക്. അപ്പം HSA ഫിസിക്കൽ സയൻസിന് പ്രിപ്പയർ ചെയ്ത ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 20+20 ഫിസിക്സും കെമിസ്ട്രിയും കൂടെ കൂട്ടി 40 മാർക്കിൻ്റെ പേപ്പർ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളത് ബോട്ടണി സുവോളജിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡയറിയുടെ പേപ്പർ പിന്നെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും അല്ലേ? അത്ര നമ്പർ ഓഫ് VHSC പഠിച്ചവർക്കൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഡയറിയുടെ കാര്യങ്ങൾ അറിയാം. അപ്പം അല്ലാത്ത ഒരു നല്ല ശതമാനം വിദ്യാർത്ഥികൾക്കും ഡയറിയുടെ പേപ്പർ എന്ന് പറയുന്ന ആ 20 മാർക്കും പുതിയതായിരിക്കും. പിന്നെ മാത്സിലും നിങ്ങളൊന്ന് ചെറുതായിട്ട് വർക്ക് ചെയ്യാം. അപ്പം മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് 20 മാർക്ക് അവിടെ സെക്യൂർഡ് ആണ്. HSA മാത്തമാറ്റിക്സ്, HSA സുവോളജി ബോട്ടണിക്കാർക്ക് ആ 20 മാർക്ക് സെക്യൂർഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള മാർക്ക് ഇപ്പോൾ HSA ഫിസിക്കൽ സയൻസുകാർക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഒരേപോലെ ഇഫോർട്ടിൽ നിങ്ങളിടുന്ന ഇഫോർട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത്. ഇപ്പം ഇതിൽ ഒരു പ്രത്യേകത എന്താണ്, ഇതിൽ തന്നെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര മാർക്ക് വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് നോക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് NCERTയിലെ നമ്മൾ +1+2 പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ് എല്ലാത്തിൻ്റെയും ഇൻഡെക്സ് ആ ഒരു കണ്ടന്റ് തന്നെയാണ്, ചാപ്റ്ററിൻ്റെ നെയിം തന്നെയാണ് അവർ സിലബസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതേപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ചിടത്ത് എല്ലാ ടോപ്പിക്കിനും തുല്യ ഇമ്പോർട്ടൻസ് ആണ്. എല്ലാത്തിൽ നിന്നും 1 മാർക്കിനാണ് അവർ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഇൻ നേച്ചർ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് പവർ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻ, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, പിന്നെ കറണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക്. ഇതെല്ലാം എന്താണ് +1+2 ചാപ്റ്ററിൻ്റെ പേര് അതേപോലെ കൊടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ 20 ചാപ്റ്റർ ഉണ്ട്, 20 ചാപ്റ്ററിൽ നിന്നും ഓരോ മാർക്ക്. അതാണ് ഫിസിക്സിൻ്റെ സിലബസ്. ഇനി കെമിസ്ട്രി വരുമ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റം 1 മാർക്കാണ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ 1 മാർക്ക്, തെർമോഡൈനാമിക്സ് 1 മാർക്ക്, ഇക്വിലിബ്രിയത്തിൽ നിന്ന് 2 മാർക്കാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ അതും ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പം അതായത് നമ്മൾ നോർമലി നമുക്ക് ഈ ഒരു വെയിറ്റേജ് അറിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെയിറ്റേജ് കൂടുതലുള്ള ഭാഗം ചിലപ്പോൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്താ വെയിറ്റേജ് തന്നിരിക്കുന്നതുകൊണ്ട് ആ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ട് ടോപ്പിക്ക് നെഗ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അത് നോക്കി വെയിറ്റേജ് കുറഞ്ഞ ഭാഗങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കാം അല്ലേ? ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി 2 മാർക്കാണ്, സൊല്യൂഷൻസിനൊക്കെ 2 മാർക്കുണ്ട്, കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് 2 മാർക്കാണ്, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് 3 മാർക്കാണ്. കണ്ടോ, ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിന് 2, ബയോമോളിക്യൂൾസിന് 4 മാർക്കാണ്. കണ്ടോ, നോർമലി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ഏരിയ ആണ് ബയോമോളിക്യൂൾസ്, പക്ഷെ അതിൽ നിന്ന് 4 മാർക്കാണ് എക്സാമിന് വരുന്നത്. കണ്ടോ, അപ്പോൾ ഇതേപോലെയുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൃത്യമായിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുക ബോട്ടണിയിൽ ഇതേപോലെ സബ്ജക്റ്റ് വൈസ് തിരിച്ച് ടോട്ടൽ മാർക്ക് ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സിലബസ് കറക്റ്റായിട്ട് നോക്കുക. PDF നമ്മുടെ നെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ചാനലിലും കാര്യങ്ങളിലൊക്കെ PDF തരാം. അതേപോലെ സുവോളജിയുടെ കണ്ടൻസും എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇതിലൊക്കെ വെയിറ്റേജ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെയിറ്റേജ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും പഠിക്കാൻ. വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്ക് ഇതുണ്ടോ, ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്ന് 3 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ മാത്തമാറ്റിക്സിൽ നോക്കുക, സെറ്റിൽ നിന്ന് 4 മാർക്കാണ് വെയിറ്റേജ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ 2 മാർക്ക്, ഡിഫറൻഷ്യബിലിറ്റി ആ ഒരു ഏരിയയിൽ നിന്ന് 3 മാർക്ക്. കറക്റ്റായിട്ട് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരെ, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ ഡയറി സയൻസ് കണ്ടോ, ഡയറി സയൻസ് 2ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 5 മാർക്ക്, 3ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 5 മാർക്ക്, 4ാമത്തെ മൊഡ്യൂൾ 4, 5ാമത്തെ മൊഡ്യൂൾ 4, ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് 2. അപ്പോൾ ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് സിലബസ് ഓടിച്ചു വിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി ഓരോ വീഡിയോസിൽ ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും അതിൻ്റെ അനാലിസിസും നിങ്ങൾക്ക് ഒരു സീരീസ് പോലെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റുകൾ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള റെഫറൻസ് ടെക്സ്റ്റ് ഏതാ നിങ്ങൾ അധികം ഒന്നും അന്വേഷിക്കേണ്ട. ഒറ്റ ആൻസറേ ഉള്ളൂ. NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. കാരണം NCERTയുടെ ഓരോ ചാപ്റ്ററിന്റെ പേരുമാണ് ഇതിന്റെ സിലബസ് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് എക്സാമിന് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഓരോ ചാപ്റ്റേഴ്സിന്റെ ഓരോ കണ്ടന്റുകളുടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന ഫാക്കൽറ്റീസ്, നമ്മളിവിടെ കോച്ചിങ് എടുക്കുന്നുണ്ട്, അപ്പോൾ ആ ഫാക്കൽറ്റീസ് അനിവാര്യമായിട്ടുള്ള റെഫറൻസ് ഹയർ ലെവൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഫർ ചെയ്തിട്ടായിരിക്കും ഇവിടെ കണ്ടന്റുകൾ എടുക്കുന്നത്. നിങ്ങൾ മെയിൻലി റെഫർ ചെയ്യേണ്ടത് എന്താണ്? NCERT ആണ്. പിന്നെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തിൻ്റെ എക്സ്ട്രാ റീഡിങ് വേണ്ട ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയാസിൻ്റെ റെഫറൻസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയായിരിക്കും കേട്ടോ. അല്ലാത്ത പക്ഷം എല്ലാവരുടെയും റെഫറൻസ് ബുക്കായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് NCERT ആണ്. നിങ്ങൾക്കറിയാം +1 +2 നമുക്ക് അത്രയ്ക്ക് ഹെവി കണ്ടന്റ് പഠിക്കാനുണ്ട്. ഇതും അത്യാവശ്യം നല്ല കണ്ടന്റ് പഠിക്കാനുണ്ട്. അപ്പം നന്നായിട്ട് പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, പഠിക്കുന്ന അത്രയും ഭാഗം കൃത്യതയോടുകൂടി പഠിക്കാനും ശ്രമിക്കുക കേട്ടോ. അപ്പം ഇതാണ് NCERT ആയിരിക്കണം നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ ഏത് രീതിയിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ശരി, കോച്ചിങ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ശരി, NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം നിങ്ങളുടെ പ്രൈമറി റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ മറ്റ് വീഡിയോസിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് ആരും മറക്കണ്ട. ഡയറി ഫാം ഇൻസ്ട്രക്ടർ PSC അടുത്തതായി പുതുതായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒരു എക്സാം ആണ് കേട്ടോ. അപ്പോൾ +2 ബയോളജി അല്ലെങ്കിൽ മാത്സ് ഏതെങ്കിലും ഡിഗ്രിയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിലവിൽ നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോസ് അക്കാഡമിയിൽ നമ്മൾ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. NCERT SCERT സെഷൻസുകൾ ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. MCQ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മെൻറ്റർ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും. ഡൗട്ട് ക്ലിയറൻസിനായിട്ട് നമ്മൾ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. റെക്കോർഡ് ക്ലാസ്സുകൾ ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. വൺസ് നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം കഴിയുന്ന വരെ കണ്ടന്റുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഡെമോ സെഷൻസ് ഉണ്ടായിരിക്കും. ഡെമോ കണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്യാപ്സ്യൂൾ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് നമ്മൾ എക്സാമിന് മുൻപേ നമ്മളൊരു വളരെ ചെറിയ ടൈമോടുകൂടി 6-7 മാസം കൊണ്ട് കണ്ടന്റുകൾ ഫിനിഷ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് മെഗാ റിവിഷൻ സീരീസ് ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഓൾറെഡി ടോസ് അക്കാഡമിയിൽ കോച്ചിങ് എടുത്ത കുട്ടികൾക്ക് ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആവുന്ന രീതിയിൽ വളരെ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിവിടെ കോച്ചിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും എക്സാമിനെ കുറിച്ച് എൻക്വയറി ഉള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ജൂലൈ 1st വീക്കോടുകൂടെ നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ ഡെമോ സെഷൻസ് കണ്ടുകൊണ്ട് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു ജോലി എന്നുള്ള സ്വപ്നം കാണുന്നവർക്ക് തീർച്ചയായിട്ടും സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ പറ്റിയ ഒരു എക്സാമാണ്. നല്ലൊരു സാലറി സ്കെയിലോട് കൂടെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു ജോലി ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് എക്സാമിനെ കുറിച്ചുണ്ട്, നിങ്ങൾക്കറിയാം അധികം ആരിലും എത്താത്തൊരു എക്സാമാണ്. ആ ഒരു എക്സാമിനെയാണ് നമ്മളിപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ടോസ് അക്കാഡമി ഈ ഒരു കോച്ചിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിനും നമുക്ക് ഓൾറെഡി ഇവിടെ കോച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിലബസിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒന്നുകൂടെ പറയുന്നു, 7510155485. ഓക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.